ദോശയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പിയാണിന്ന്. തേങ്ങയ്ക്കൊക്കെ വില കൂടുതലല്ലേ, തേങ്ങാ ചമ്മന്തി നമുക്ക് ഒഴിവാക്കാം. നമുക്കിപ്പോൾ വേണ്ട സാധനങ്ങൾ: ഉള്ളി, തക്കാളി, ഡേറ്റ്സ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. ആദ്യം ചീനച്ചട്ടി ചൂടായാൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ചേർക്കുക. അതിനുശേഷം മുറിച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഒരല്പം ഉപ്പ് ചേർക്കാൻ മറക്കാതിരിക്കുക. ഉപ്പ് ചേർത്താൽ ഒന്ന് എളുപ്പത്തിൽ നമുക്ക് വഴറ്റി കിട്ടും. നന്നായിട്ട് ഇത് ഉള്ളി മൂക്കുന്നവരെ നന്നായിട്ട് വഴറ്റുക. വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി വന്നതിന് ശേഷം തക്കാളി ചേർക്കുക. ആദ്യമേ തക്കാളി ചേർക്കണ്ട, ഉള്ളി വെന്ത് കഴിഞ്ഞാൽ തക്കാളി ചേർക്കുക. പിന്നീട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുക. ഇനി അതിന് ശേഷമാണ് നമ്മുടെ ഈ പച്ചമുളക് ചേർക്കേണ്ടത്. പച്ചമുളക് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നെ നമ്മുടെ ഡേറ്റ്സ് ആണ് താരം. ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കുരു കളഞ്ഞിട്ട് ഡേറ്റ്സ് ഇതിലേക്ക് ചേർക്കുക. അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുക. പിന്നെ മല്ലിപ്പൊടി ഒരു പകുതി ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റുക. ഇനി അതിന് ശേഷം ഒരിച്ചിരി വെള്ളം ചേർക്കുക. ഒരുപാടൊന്നും വേണ്ട. ഇത് മുങ്ങാൻ പാകത്തിന് ഒരിച്ചിരി വെള്ളം ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി വഴറ്റി ആ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ മല്ലിച്ചപ്പ് ചേർക്കുക, കറിവേപ്പില ചേർക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. കുറച്ച് നേരം തണിയാൻ വെക്കുക. തണിഞ്ഞതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി. നല്ല ഓയിലി ഫോമിലാവും. അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കുക. ഇതാ ഇപ്പം നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു എരിവും മധുരവും പുളിയും എല്ലാം കൂടിയുള്ള ടേസ്റ്റാണ്. അടിപൊളി സൂപ്പറാണ്. ഇത് ഉണ്ടാക്കി നോക്കുക.